ഇപ്പോഴും ഇതിന് പ്രധാനപ്പെട്ട വാർത്ത, ദളിത് യുവതിയെ പീഡിപ്പിച്ച കേസിൽ പാലക്കാട് നഗരസഭാ കൗൺസിലർ പ്രക്ഷോഭന് മുൻകൂർ ജാമ്യമില്ല എന്നുള്ളതാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി. ജാമ്യാപേക്ഷ ഹൈക്കോടതിയാണ് തള്ളിയത്. വിഷ്ണു സുരേഷ് അല്പസമയത്തിനും ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരും. നേരത്തെ ഏറെ രാഷ്ട്രീയ കോളക്കമുണ്ടാക്കിയ ഒരു വാർത്ത കൂടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് രാഷ്ട്രീയ ചർച്ച ആയതുകൂടിയാണ് പാലക്കാട്. എന്തായാലും മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു പ്രശ്നം. പക്ഷേ അതിൽ പ്രത്യേകിച്ച് പ്രയോജനമില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളണു. ഇനിയിപ്പോൾ ഉറപ്പായും അറസ്റ്റിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടി വരും. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേർന്നു. വിഷ്ണു, പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യം തള്ളാനിടയായ സാഹചര്യം എന്താണ്? കാശ്മീർ ഉത്തരവിന്റെ പകർപ്പ് പുറത്തു വന്നിട്ടില്ല. പക്ഷേ പാലക്കാട് മുൻ കോൺഗ്രസ് കൗൺസിലർക്ക് വലിയ തിരിച്ചടിയാണ് ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. അതിലൊരു തർക്കവുമില്ല. നേരത്തെ മണ്ണാർക്കാട് കോടതിയിൽ പ്രക്ഷോഭ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അവിടെ തള്ളിയതിന് പിന്നാലെയാണ് ഹൈക്കോടതിയിലേക്ക് എത്തിയത്. തനിക്കെതിരെയുള്ള പരാതി അടിസ്ഥാനരഹിതമെന്നും എഫ്ഐആർ രജിസ്റ്റർ ചെയ്തതിലടക്കം സാങ്കേതികമായി പിഴവുണ്ടെന്നും തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ അതൊന്നും കോടതി പരിഗണിക്കെടുത്തില്ല. പ്രോസിക്യൂഷനാകട്ടെ പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർത്തിരുന്നു. കാരണം ഈ ഘട്ടത്തിൽ പ്രക്ഷോഭിന് ജാമ്യം നൽകിക്കഴിഞ്ഞാൽ കേസ് ഒന്നാകെ അട്ടിമറിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ കേസിൽ പ്രഥമ ദൃഷ്ടിയാൽ കഴമ്പുണ്ട് എന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. ആ ഒരു പശ്ചാത്തലത്തിൽ പ്രക്ഷോഭിന് ജാമ്യം അനുവദിക്കരുത്, ഇയാൾക്ക് ഉന്നത സ്വാധീനമുള്ള ആളാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെച്ചിരുന്നു. SC ആക്ട് അടക്കം ചുമത്തിയിട്ടുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിലായിരിക്കാം നിലവിൽ പ്രക്ഷോഭിന്റെ ജാമ്യ ഹർജി തള്ളിയത് എന്നാണ് മനസ്സിലാക്കുന്നത്. വസ്തുതകൾ എന്താണ് കാരണം, യഥാർത്ഥ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ വിധിപ്പകർപ്പ് പുറത്തു വരേണ്ടിയിരിക്കുന്നു. ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചാണ് ഇപ്പോൾ നിലവിൽ ഈ പ്രക്ഷോഭിന്റെ ജാമ്യ ഹർജി തള്ളിയത്. ഇതിന്റെ ഒരു പശ്ചാത്തലം മാർച്ച് മാസത്തിലാണ് ഇത്തരത്തിലൊരു പരാതി വരികയും പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളതാണ് ആ പരാതിയിന്മേൽ വിശദമായ അന്വേഷണം പോലീസ് നടത്തുന്നതിനിടയിൽ പ്രക്ഷോഭ് ഒളിവിൽ പോകുന്ന സാഹചര്യമുണ്ടായി. ഒളിവിലിരുന്നാണ് ഈ രണ്ട് മുൻകൂർ ജാമ്യാപേക്ഷയുമായി ആദ്യം മണ്ണാർക്കാട് കോടതിയിലും അതിനുശേഷം ഇപ്പോൾ ഹൈക്കോടതിയിലുമൊക്കെ എത്തിയത്. ഇനിയിപ്പോൾ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ രണ്ട് ഓപ്ഷനുകളാണുള്ളത്. ഒന്ന്, മേൽക്കോടതിയെ സമീപിക്കാൻ പ്രക്ഷോഭിന് സാഹചര്യമുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ പോലീസ് ഈ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ പ്രക്ഷോഭിന്റെ അറസ്റ്റിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. മുൻ കോൺഗ്രസ് കൗൺസിലറാണ്. പക്ഷേ വിവാദങ്ങൾക്ക് പിന്നാലെ കോൺഗ്രസ് പ്രക്ഷോഭിനെ പുറത്താക്കുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് ഇനി കടക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. നേരത്തെ രാഹുൽ മാങ്കൂട്ട വിവാദം ഉണ്ടായതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് പാലക്കാട് നിന്ന് പ്രക്ഷോഭിനെതിരെയും സമാനമായ ആരോപണം ഉയർന്നു വന്നത്. പ്രക്ഷോഭ് അതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചിരുന്നു. കേവലം രാഷ്ട്രീയമായ ഒരു ആരോപണം മാത്രമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് തനിക്കെതിരെയുള്ള ആരോപണമെന്ന്. പക്ഷേ കോടതി അത്തരം ആരോപണങ്ങളൊന്നും പരിഗണിക്കുന്നില്ല. പാലക്കാട്ട് ഈ ദളിത് യുവതിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് പാലക്കാട്ടെ കൗൺസിലറായ പ്രക്ഷോഭിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേരള ഹൈക്കോടതി തള്ളിയിരിക്കുകയാണ്. ഹാഷ്മി, പാലക്കാട് നഗരസഭയിലെ 24-ാം വാർഡ് കൗൺസിലറാണ് പ്രക്ഷോഭ് C. വത്സൻ. ജോലി വാഗ്ദാനം ചെയ്ത് പരിചയപ്പെട്ട ശേഷം നിരവധി തവണ പീഡിപ്പിച്ചുവെന്ന് കാണിച്ചാണ് ദളിത് യുവതി പ്രക്ഷോഭിനെതിരെ ആരോപണവുമായി രംഗത്ത് വന്നത്. പീഡനത്തെ തുടർന്ന് ഗർഭിണിയായി, അതറിഞ്ഞതോടെ ഗർഭചിത്രത്തിലുള്ള മരുന്ന് കഴിക്കാൻ നിർബന്ധിച്ചെന്നൊക്കെ യുവതി ആരോപണമായി ഉന്നയിച്ചിരുന്നു. പരാതിയായി പോയി. അതിന്റെ പിന്നാലെ ഒളിവിൽ പോയി പ്രക്ഷോഭ്. നമ്മുടെ കോൺഗ്രസ് പാർട്ടി പ്രാഥമിക അംഗത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് പുറത്താക്കുകയും ചെയ്തു. പാലക്കാട് നിന്ന് ഷാരിഖ് നവാസ് കൂടി ചെയ്തു. ഷാരിഖ്, ആദ്യ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതിയെ സമീപിച്ചു. അവിടെ ഒന്നും പ്രതികൂല വിധിയാകുമ്പോൾ ഒന്നുകിൽ പ്രക്ഷോഭിന് പോലീസിന് കീഴടങ്ങണം, അല്ലെങ്കിൽ പോലീസ് പ്രക്ഷോഭിനെ അറസ്റ്റ് ചെയ്യണം. രണ്ടിലൊരു ഒന്നല്ലാതെ മറ്റു വഴിയില്ല. ഷാരിഖ്, തീർച്ചയായും മെയ് 5-നാണ് മണ്ണാർക്കാട് SC/ST കോടതി പ്രക്ഷോഭിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഹൈക്കോടതിയും മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു. എന്നാൽ പ്രക്ഷോഭിനെ പോലീസിന് ഇതുവരെ കണ്ടെത്താനോ പോലീസിനെ അറസ്റ്റ് ചെയ്യാനോ പിടികൂടാനോ കസ്റ്റഡിയിലെടുക്കാനോ ഒന്നും സാധിച്ചിട്ടില്ല. കാരണം ഈ സംഭവത്തിന് ശേഷം, അതായത് മാർച്ചിലാണ് ഇത്തരത്തിൽ ദളിത് യുവതി പാലക്കാട് നഗരസഭാ കൗൺസിലർക്കെതിരെ ലൈംഗിക പീഡന പരാതിയുമായി രംഗത്ത് വന്നത്. പാലക്കാട് ടൗൺ നോർത്ത് പോലീസിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസിലും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നു. എന്നാൽ ഈ കേസ് പാലക്കാട് DYSP ആണ് അന്വേഷിച്ചിരുന്നത്. എന്നാൽ പ്രക്ഷോഭിനെ ഇതുവരെയായിട്ട്, ഒളിവിൽ പോയ പ്രക്ഷോഭിനെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പ്രക്ഷോഭ് ബാംഗ്ലൂരിലും അതുപോലെ തന്നെ മറ്റ് തമിഴ്നാട്ടിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടെന്ന് പലപ്പോഴും പറഞ്ഞെങ്കിലും പ്രക്ഷോഭിനെ കണ്ടെത്താനോ പ്രക്ഷോഭിനെ പിടികൂടാനോ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രക്ഷോഭ് മുൻകൂർ ജാമ്യം തള്ളിയ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി അന്വേഷണം ഊർജിതമാക്കേണ്ടി വരും. പ്രക്ഷോഭിനെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.